വെൽക്കം ടു ട്രിവാൻഡ്രം, വെൽക്കം ടു കേരള. എത്തിയല്ലോ. അപ്പഴേ തേടിയാ ഒരുപാട്, അമ്മയും തേടിയാ കൊള്ളാം. അപ്പോൾ ടൂറ് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് കുറേ കഷ്ടപ്പെട്ട് ഇല്ലെന്ന് പറയാനുള്ള. പയ്യന്മാർ ബൈക്കിനായിട്ട് പോകണ ഒരു വിഷയമില്ല. പെണ്ണുങ്ങൾ ഇതുപോലെ ബൈക്കിനായിട്ട് ഇത്രയും കിലോമീറ്റർ പോകുന്നത് ഇത്ര കേസല്ല, ഭയങ്കര പാടാണ്. അത് വാണി പോയിട്ട് വന്ന് ജയിച്ചിട്ടുണ്ട്. കൈവിട്. അപ്പോൾ വാണി മാത്രമല്ല, ഇവിടെ കഷ്ടപ്പെട്ടത് കുറേ ആൾക്കാരുണ്ട് കൂടെ ചേർന്ന്. കൈവിട്. താങ്ക് യു ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും ഞാൻ മാത്രം ആരും പറയാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പോകണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പം ലൈഫ് മാമൻ്റെ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ മണി 3:15 മണിയായിട്ടുണ്ട്. അപ്പോൾ ആഹാരം കഴിക്കാൻ പോവുകയാണ്. വിഷം സഹിക്കാൻ പറ്റില്ല. അപ്പോൾ തളന്നുണ്ട്. ഹസയം പറഞ്ഞ ഒരുപാട് തളന്ന് വണ്ടി ഓടിച്ച്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ ഉള്ളത് തന്നെ വിഷയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കഴിക്കാം. പക്ഷേ ഓക്കെ, അപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അപ്പം എന്താ കയറ്റുണ്ട്? സാമ്പാർ, ബീട്രൂട്ട് തോര, സൂപ്പർ. அப்பளம் ஊறுகாய், சிம்பிள் சாப்பாடு தான் இன்னைக்கு. வெஜிடேரியன். வெஜிடேரியன் தான், ஒன்லி வெஜிடேரியன். நாளா வந்து ஹோட்டல் சாப்பாடு தான் ஃபுல்லா. இந்த பிரியாணி, பரோட்டா, இந்த ஃப்ரைட் ரைஸ் சாப்பிட்டு நாக்கு செத்து போச்சு. வயசும் அதான் சொல்றாப்ல. வாணி வயசுல வாணி. அதனால இன்னைக்கு வந்து வீட்டு சாப்பாடு சாப்பிட போறோம். செத்து போன நாக்க வந்து நம்ம திருப்பி கொண்டு வரணும் உயிரோட. അപ്പൊ ആഹാരം കഴിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഫുൾ ഹോട്ടൽ സാപ്പാടാണ് കഴിച്ചത്. ഇന്ന് എന്തായാലും ഫാമിലി ഫുഡാണ്. വാണിന്റെ മോൻ കണ്ടാ കറുത്തു ഇല്ലേ? അത് ട്രിപ്പിന് ഇറങ്ങിയപ്പോ എന്ത് ഗ്ലാമർ ആയി നമ്മളല്ലേ. മോഹമുണ്ട് ഒരുപാട്, ചുണ്ടൊക്കെ പിടിച്ച് സന്തോഷം. കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ പോയിട്ട് വന്നേക്കുന്നത്. പിന്നെ ഇതൊക്കെ നടക്കും നേരത്തെ അറിയാം അല്ലെ, ഇങ്ങനെയൊക്കെ ഫേസ് ആവുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, ബീട്രൂട്ട് തോരൻ, പപ്പടം, എന്നെ സാമ്പാർത്തത് തേങ്ങ സാമ്പാർ, നാരങ്ങ അച്ചാർ, മുളക് അച്ചാർ. അപ്പൊ ഇത് മതി ഇന്നത്തെ ആഹാരം അല്ലേ. സൂപ്പർ, താങ്ക്സ് അത്തേ. അപ്പൊ കഴിക്കാൻ ആവശ്യം. ആദ്യം നല്ല വരവണം കേട്ടാ. നല്ല വരവിട്ട് സാമ്പാറൊക്കെ ഇട്ട് കുഴച്ചടിച്ച്. ഇത് ഇവിടുത്തെ സാമ്പാർ തേങ്ങ സാമ്പാറാണ്, നമ്മുടെ സാമ്പാർ പോലെയല്ല. ഇത് വേറെ ടേസ്റ്റ് ആണ്, അടിപൊളിയായിരിക്കും. പക്ഷെ ഓ സത്യം പറയാമല്ലോ, ഹോട്ടൽ ആഹാരം തിന്ന് മടുത്തു പോയി. ഫാമിലി ഫുഡ് കഴിക്കാൻ കൊതിന്ന് അറിയാമോ. വീട്ടിൽ പോയി അതാ വീട്ടു ചാപ്പാടാ. ഒരു തൈര്, ഒരു ചോറ്, ഒരു ഊറുകാ പോകുന്നത്. വേറെ ഒന്നും വേണ്ട. എപ്പോ ചാപ്പിടலாம், ഡെയിലി ഓക്കെ. അപ്പൊ ആദ്യം കുറച്ച് ചോറ് വെട്ടി വെക്കുക. ബീട്രൂട്ട് തോരട്ട് തണുക്ക് വെക്കുക. വെച്ചിട്ട് ആദ്യം പൊതിയണം. അറിയാലോ, എപ്പോഴും പോലെ പൊതിഞ്ഞിട്ട് ചെറിയ ഉരുണ്ട അടിച്ച് அப்படியே எடுத்து சாம்பார் நல்லா இருக்கா? சூப்பர். அச்சா தொட்டு சாப்பிடணும். அது ஊறுகாடா, அத தொட்டு சாப்பிடணும். நீதான் அப்படியே அள்ளி சாப்பிடுறீங்க. ரொம்ப போயிட்டு அடிப்படை. எனக்கு டைம் கொடுத்தா இன்னும் வேற மாதிரி ப்ரிப்பேர் பண்ணிருப்பேன். இது சூப்பரா இருக்கு. இது போதும். அது ரொம்ப அடிப்படையான சொர்க்கம் கட்டி வளைக்கும். ஓகே, அப்படிதான். அவ்வளோதான், சூப்பர். பெரிய உருண்டை போடுங்க அத்தை, நல்லா இருக்கும். இல்லை பெரிய உருண்டை போடுங்க வாயில. അപ്പോൾ നമ്മൾ ഇത്ര മാമയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ മാമയ്ക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം മാമയ്ക്ക് മീറ്റിംഗ് ഉണ്ട് ഓഫീസിൽ. അപ്പോൾ അതുകൊണ്ട് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. മണി ഇപ്പോൾ 5:50 ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാല്ലേ വാണി? പോകാലോ? അല്ല പാക്ക് ചെയ്താ? ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ചായ കുടിച്ചിട്ട് അത്ത ചായ ഇട്ടിരിക്കുകയാണ്. സൂപ്പർ ചായയാണ്. ഇതുപോലത്തെ ചായ ലോകത്ത് കാപ്പിയാ? ഓക്കെ, സോറി. ഫിൽറ്റർ കാപ്പി. ഓക്കെ, സൂപ്പർ കോഫിയാണ്. കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെ കോഫി കുടിക്കില്ല, ആ ടേസ്റ്റാണ്. വാ, സൂപ്പർ ശ്രമ കാട്ടിയത്തെ. ചുമ്മാ തള്ളി ഇവിടെയാണ് ഇങ്ങനെ പറഞ്ഞാലേ നല്ല പേര് കിട്ടുള്ളൂ അല്ലേ. സൂപ്പർ, நல்லா இருக்கு, நல்லா இருக்கு. என்ன ப்ரூ காஃபியா? சன்ரைஸ் காஃபிയാണ് பார்த்துட்டிരിക്കുന്നത്. അടിപൊളി കാപ്പി. കറക്റ്റ് മധുരം, കറക്റ്റ് കാപ്പിപ്പൊടി, കറക്റ്റ് പാല്, കറക്റ്റ് വെള്ളം, എല്ലാം കറക്റ്റ് അളവായിരിക്കും. പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയില്ല. അത് തന്നെ സൂപ്പർ. மாமா தான் பார்க்க முடியல, நம்ம வருத்தமா இருக்கு. ஆமா, அடுத்த தடவை வரும்போது எல்லாம் சரி. ஓகே, மாமா பார்க்கும்போது சுந்தரே பார்க்க முடியல. அதாவது
ഇവന്റെ ചേട്ടനുണ്ട്, നവീന്റെ ചേട്ടൻ സുന്ദറുണ്ട്, അവൻ പഠിക്കാൻ പോയിരിക്കാൻ. ലൈഫ് അടിച്ചു പൊളിക്കണം, ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. ചൊല്ലേ ഓക്കെ, സിമ്പിള്. അതാ നിങ്ങൾ പോകാൻ പറ്റുള്ളൂ, പോകുമ്പോ ഒന്നിച്ച് പറയാം. അതെ, അതാണ് ഒരു രസമുള്ളത്. ഇപ്പൊ പറ ശരിയാവില്ല. നമ്മളെ കാപ്പി ചെയ്യാൻ മുടിയോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മണി കറക്റ്റ് 6 മണി ആയിട്ടുണ്ട്. പോവാന്നാ ഓക്കെ ആണല്ലോ. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ഡയലോഗ് പറയാൻ പോവാണ്, തമിഴിൽ പറയാം പ്രാവശ്യം. ഓക്കെ, அப்போ வாழ்க்கையில் என்ன கஷ்டம் வந்தாலும் நஷ்டம் வந்தாலும் ஒவ்வொரு நிமிஷம் நம்ம லைஃப் வந்து என்ஜாய் பண்ணணும். ஏன்னா இருக்கிறது ஒரு லைஃப் தான் இருக்கு. அப்ப லைஃப் அடிச்சு போடுங்க गाइस. கம் ஆன் गाइस, கட்டக்க நிக்கணும். சொல்லுங்க, கட்டக்க நிக்கணும், கட்டக்க நிக்கணும். கம் ஆன் பாய்ஸ், கட்டக்க நிக்கணும். கம் ஆன் பாய்ஸ், கரெக்ட். வா 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 வா. ஓகே, சூப்பர். போ, கம் ஆன். பேட்டரி டவுன் ஆயிட்டு, வண்டியில பேட்டரி டவுன் ஆகி போய் ஸ்டார்ட் ஆகல. தள்ளி ஸ்டார்ட் ஆகும். ഓക്കെ, സ്റ്റാർട്ടായി. സൂപ്പർ. ഓക്കെ, പോന്നാ. ഓക്കെ ഓക്കെ, എങ്ങനെയൊക്കെ സ്റ്റാർട്ടായി വണ്ടി. അപ്പോൾ രക്ഷപ്പെട്ട്. സംഭവം ഊട്ടിയിൽ ഇതേപോലെ ആയിരുന്നു. അവിടെ തണുപ്പുണ്ടായിരുന്നു. ഓക്കെ, ബാറ്ററി ഡൗൺ ആയി. ഇവിടെ തണുപ്പൊന്നും ഇല്ല, വെയിലല്ലേ ഈ ഭാഗത്തൊക്കെ. ഓക്കെ, പോയിട്ടാ. ഓക്കെ, പോകാൻ വേറെ വിഷയമൊന്നുമില്ല. ആദ്യം ഗോപ്രോയുടെ മൈക്ക് കംപ്ലൈൻ്റ് ആയി. അതിന് പകരം ഹെഡ്ഫോണിൻ്റെ മൈക്ക് വെച്ച് ശരിയാക്കി. പിന്നെ നോക്കിയപ്പോൾ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി. തള്ളി സ്റ്റാർട്ട് ചെയ്ത്. തടസ്സങ്ങൾ വന്നാൽ നല്ലതാണ്, വേറൊന്നുമില്ല. അതായത് നമ്മൾ 6:15 ഇറങ്ങിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 6:15 ഇറങ്ങാൻ പാടില്ല, 6:00 ഇറങ്ങേണ്ടത് എന്നാണ് അർത്ഥം. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകണം. അതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തടസ്സം നടന്നു കഴിഞ്ഞാൽ ആവശ്യമില്ല, വിഷമിക്കാൻ പാടില്ല. നമുക്കുള്ള സമയം റെഡി ആയിട്ടില്ല എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ, നേരെ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം ട്രിവാൻഡ്രമാണ്, നമ്മളെ വീട്ടിലോട്ടാണ്. ഇവിടെ നിന്ന് 149 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം ഇങ്ങനെ പോയാലും 4-5 മണിക്കൂർ യാത്ര ഉണ്ട് എന്തായാലും. മണി ഇപ്പോൾ 6 മണി ആയില്ലേ? കറക്റ്റ് 6 മണി ആയിട്ടുണ്ട്. ആ വിഷയമൊന്നുമില്ല, വാ പോവാം. കമോൺ ഗൈസ്. നമ്മളങ്ങനെ തിരുനെൽവേലി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പം മണി ഇപ്പോൾ 6:55 ഈ സമയത്ത് നല്ല ബ്ലോക്കാണ് ഇവിടെയൊക്കെ. നമുക്ക് എന്തായാലും ഹൈവേ കയറിയാൽ വേറെ വിഷയമില്ല, സ്പീഡിൽ വിട്ട് പോകാം. ഇവിടെ നിന്ന് ഹൈവേ ഒരു 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെ എത്തും വരെ കുറച്ച് ബ്ലോക്ക് ആയിരിക്കും, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതാണ് താമരപർണി ആറിൻ്റെ ബ്രിഡ്ജാണ്. ഇതിൻ്റെ താഴെയാണ് താമരപർണി ആറ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളമുണ്ടോ ഇല്ല അറിഞ്ഞൂടാ, എത്തി നോക്കാൻ സമയമില്ല. അപ്പോൾ നേരെ പോവാം. സിഗ്നൽ ഇടയ്ക്കാണ്, റെഡാണെന്ന് മനസ്സിലാവുള്ളൂ. റെഡ് കിടക്കണ്, സ്ട്രൈറ്റ് കാണിക്കണം. ഇങ്ങനെ ഇട്ടെന്ന് എങ്ങനെ ഇപ്പോൾ ആൾക്കാർ പോകും? റൈറ്റ് പോകാൻ റെഡാണ്, ലെഫ്റ്റ് നമുക്ക് ഫ്രീ ആണ്. അത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല, അതല്ലേ പാട്. ഓക്കെ, അങ്ങനെ വണ്ണാർപ്പേട്ട എത്താറായി. നമ്മൾ കൊച്ചിയിൽ 3 വർഷം ഇവിടെ പഠിച്ചായിരുന്നു, 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ്. ആ 3 വർഷം പഠിച്ചതിൽ ഇവിടുത്തെ ഏരിയ കംപ്ലീറ്റ് നമുക്ക് അറിയാൻ കാണാതെ. ഇവിടേക്ക് ഒരു പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞ് പണ്ട് കൂട്ടുകാരമായിട്ട് കറങ്ങിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. വണ്ണാർപ്പേട്ട ടൗണ് ജംഗ്ഷനൊക്കെ, ഇതൊക്കെ ഒരു കാലമായിരുന്നു. അന്ന് പഠിക്കുമ്പോൾ ആലോചിച്ചാൽ ഒരു ട്രാവലർ ആവുന്നു. പഠിക്കുന്ന സമയത്ത് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും ആവണം, അത്ര തന്നെ. പഠിക്കുക, ജയിക്കുക, ഡിഗ്രി എടുക്കുക, എന്തെങ്കിലും ജോലി, ഓഫീസ് ജോലി. പക്ഷേ ജോലിക്ക് പോയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് ട്യൂൺ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ല റീച്ച് കിട്ടുക, നല്ല ലെവലിൽ എത്തുമായിരുന്നുള്ള കാര്യം പിന്നെയാണ് മനസ്സിലായത്. അതിപ്പോൾ ട്രൈ ചെയ്യണ്, വയസ്സ് കുറച്ച് പോയി, അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല. ഇത് വണ്ണാർപ്പേട്ട ജംഗ്ഷനാണ്. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്, ഹൈവേ കയറുന്നുണ്ടെങ്കിൽ. ട്രിവാൻഡ്രം റൈറ്റാണ്. പയ്യെ കയറാം, ബാ. ബാക്കിൽ നിന്ന് വണ്ടിയിൽ സ്പീഡ് വരണം. മൊത്തം ഓട്ടിപ്പോയി കഴിഞ്ഞാൽ ഓക്കെ, വേറെ വിഷയമില്ല. ഇപ്പോൾ ഇവിടെ നേരെ പോയ പാളയംകോട്ട, പിന്നെ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പുതു ബസ് സ്റ്റാൻഡ് വരും. ഓഹോ, ബസ്സുകാർ എങ്ങോട്ട് പോകണമെന്ന് പിടിയില്ലല്ലോ. അങ്ങോട്ടാണോ പോകണം, ഇങ്ങോട്ടാണോ പോകണം? നമുക്ക് നേരെ പോകണമായിരുന്നു. ഇങ്ങേരെ ഇങ്ങോട്ട് റൈറ്റിലാക്കി തിരിയണത് കറക്റ്റ് അറിയാമല്ലോ. അന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞാൽ ശരി. ഓക്കെ, പോ കൂട്ടത്തോടെ പറഞ്ഞ് റൈറ്റ് പോകണം ലെഫ്റ്റ് പോകണം അറിയാൻ പറ്റില്ല, ഒരു ഊഹം വെച്ച് കയറി പോകണം, അത്ര തന്നെ. ഓക്കെ, ഇപ്പോൾ നേരെ കാണുന്നതാണ് സരവണ സെൽവരത്നം സ്റ്റോർ. അമ്മോ, ഗോൾഡ് കളറിൽ തിളങ്ങാൻ ലൈറ്റൊക്കെ ഇട്ടു അല്ലേ. നമ്മളങ്ങനെ ഹൈവേ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വേറെ വിഷയമൊന്നുമില്ല. ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വൈശുട്ടി പൊളിച്ചാണ് ഫോണിൽ, ഭയങ്കര കറച്ച് കേട്ടോ, ഒരു രക്ഷയില്ല. എന്ത് പറയാം, എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് മാത്രമല്ല, വാണിക്കും ഭയങ്കര വിഷമം. അവൾ ഭയങ്കര തേടി നമ്മളാണ്, ഒരുപാട് തേടി നമ്മളാണ്. അവൾക്ക് സംശയം, വേറെ ഒന്നുമില്ല. ഇന്ന് വരോ നാളെ വരോ എന്നുള്ള സംശയം അവൾക്ക്. നമ്മൾ പറഞ്ഞ് ഇന്ന് വരും മക്കളെ കരയേണ്ടെന്ന്. എവിടെ എന്തായാലും ഓടി പെട്ടെന്ന് വീട്ടിൽ എത്തണം. വീട്ടിൽ എത്തിയിട്ട് വേണം വൈശുട്ടി നല്ല കൊഞ്ച് ഉമ്മ വയ്ക്കാൻ. എന്നിട്ട് അവൾക്ക് കളിപ്പാട്ടം കൊടുക്കണം, അവളെ സന്തോഷിപ്പിക്കണം, അവളെ വിഷമം മാറണം. നമ്മളങ്ങനെ നാങ്ങുന്നേരി ടോൾ ബൂത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പൈസ അടയ്ക്കേണ്ട എപ്പോഴും പോലെ തന്നെ ബൈക്ക് ഫ്രീ ആണ്. പൈസ അടയ്ക്കാതെ പോകുമ്പോൾ സന്തോഷം അല്ലേ. ബൈക്കിൽ പോകണം ഏറ്റവും വലിയ ഗുണം അതാണ്. ടോൾ ബൂത്തിനൊന്നും പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് പോവാം അല്ലേ. ആ ഒരു പൈസ മിച്ചം പിടിക്കാം. നമ്മളങ്ങനെ ഹൈവേ ബൈപ്പാസിൽ നിന്നും സർവീസ് റോഡ് കയറിയായിരുന്നു. അപ്പോൾ നമ്മൾ പോകേണ്ട നാറുമില്ലേ, ഈ ഹൈവേ നേരെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് കന്യാകുമാരിയാണ്. അപ്പോൾ അവിടെ കയറിയാൽ പണി കിട്ടും. അവിടെയാണ് ഈ പാലത്തിന് അടിയിൽ കൂടെ റൈറ്റ് എടുക്കണം. ഇത് ഞാൻ എല്ലാ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞേക്കാം. കാരണം കുറേ പേർക്ക് ഇത് അറിഞ്ഞൂടാതെ നേരെ മോളിൽ കയറി പോയി കളയും, പാലത്തിന് മോളിൽ കൂടെ. അപ്പോൾ എന്താവും, നേരെ പോയാൽ കന്യാകുമാരി ആയിരിക്കും. ഞാൻ ട്രിവാൻഡ്രം പോകണമെങ്കിൽ കുറേ കറങ്ങി പോകണം. ആ വഴി പോവാം, ഇതാണ് കറക്റ്റായ വഴി ട്രിവാൻഡ്രം പോകുന്നതിൻ്റെ. അവിടെ കറക്റ്റായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, ട്രിവാൻഡ്രം നാറൂല എങ്ങനെ പോകണം എന്നുള്ളത്. ആ ബോർഡ് നോക്കി കറക്റ്റായി ഫോളോ ചെയ്ത് പോയാൽ കുഴപ്പമില്ല. അങ്ങനെ 30 ലക്ഷയ്ക്ക് നമുക്ക് പോലെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം ബൈക്കിന് നമുക്ക് അല്ലേ. ദേവി കാത്തോണേ, 30 ലക്ഷയ്ക്ക് അമ്മൻ കോവിൽ, നല്ല വലിയ വിഗ്രഹമല്ലേ. ഇങ്ങനെ പോയാൽ 30-40 അടി പൊക്കം കാണും അല്ലേ. ഈ ദേവിക്കൊരു വലിയ ചരിത്രമുണ്ട്, അതെന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. ഈ വഴി പോകുന്ന ആൾക്കാരെല്ലാം
ഈ കോവിൽ കയറി തൊഴിലിട്ടേ പോകുള്ളൂ. എല്ലാവരും ഇല്ല, ചില ആൾക്കാരൊക്കെ ഒരു വിശ്വാസം പോകുന്ന വഴിക്ക് ഒരു സംഭവം നടക്കാൻ പാടില്ലെന്നുള്ളത്. സൂപ്പർ അല്ലേ, നല്ല ഹൈവേ ഉണ്ട്, നല്ല കാറ്റുണ്ട്, അതേ സമയത്ത് കോവിലിൽ ദേവി അടുത്തുണ്ട്. അപ്പോൾ ഈ വഴി വരുന്ന ആൾക്കാർക്ക് കുറച്ച് ഇരിക്കാം, ഇവിടെ നിന്ന് വിശ്രമിക്കാം നമ്മളെ പോലെയൊക്കെ അല്ലേ. സൂപ്പറായി കേട്ടോ, നല്ല വൈബ്. നമ്മളങ്ങനെ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ദേവിയെ കാത്തോണേ, എല്ലാം നല്ല ഐശ്വര്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണിയായിട്ടുണ്ട്. എന്തായാലും ട്രിവാൻഡ്രം എത്താനായിട്ട് ഒരു 10:30-11 മണി അടുപ്പിച്ചാവും. അപ്പോൾ എന്തായാലും പോകുന്ന വഴി കാപ്പി പിടിച്ചിട്ട് പോകണം. ഒരു 9:30 മണി ആവട്ടെ, എന്നിട്ട് കാപ്പി പിടിച്ചിട്ട് പോകാം ആ വഴിക്ക്. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ തോവാള ജംഗ്ഷൻ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. നോൺ വെജേ വേണ്ടല്ലേ, തട്ടുദോശ, സാമ്പാർ, രസവട, പപ്പടം, അതുപോലെ തൈറ്റം കഴിക്കാൻ പുതിയാണ്. കുറേ കറങ്ങി കേട്ടോ ഇവിടെയൊക്കെയോ. അവിടെ ഒരു പാലം വർക്കായതുകൊണ്ട് കുറേ കറക്കി വിട്ടു നമ്മൾ എങ്ങോട്ടൊക്കെയോ. ഇത് ആ റൂട്ടൊന്നും പിടിയില്ല, മാപ്പ് നോക്കിയാണ് പോണത്. എവിടെ പോയി നിൽക്കാൻ പോകണമെന്ന് ഒരു പിടിയില്ല. നമ്മൾ കറക്റ്റായിട്ട് നാഗർകോവിൽ എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രം ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരം വരുമായി കേട്ടോ കറക്റ്റായിട്ട്. മണി ഇപ്പോൾ എത്ര, 8:59, 9 മണിയായി. ഇത് ആ റൂട്ടൊന്നും പിടിയില്ലല്ലോ. എനിക്കറിഞ്ഞൂടെ എങ്ങോട്ട് പോകണമെന്നുള്ളത്. എൻ്റെ അമ്മോ, എങ്ങനെയൊക്കെ കറങ്ങി മെയിൻ റോഡ് എത്തി കേട്ടോ. വിഷയമില്ല. സൂപ്പർ. ഓക്കെ സൂപ്പർ. ഓക്കെ, കറക്റ്റ് റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കാമോൺ. നമ്മളങ്ങനെ കുമാരകോവിൽ കഴിഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്തോഷമായി, ഏകദേശം എത്തറായില്ലേ. ഇനി ഒരു 10-40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നമുണ്ട്, ഈ ലോറിയെ ബാക്കിൽ നിന്ന് ഫോളോ ചെയ്ത് പോവുകയാണ്. സൈഡിൽ നിന്നുള്ള ഭയങ്കര പാടാണല്ലോ, മണൽ ലോറിയാണ്. കംപ്ലീറ്റ് മണ്ണ് വന്ന് കണ്ണി വീഴാണ് കേട്ടോ, ഒരു രക്ഷയില്ല. 3 ലോറിയുണ്ട്, ഓവർടേക്ക് ആണെങ്കിൽ പാടാണ്. ഒരു ലോറിയെ പയ്യെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത ഇനി 2 ലോറിയുണ്ട്. ഇതാണ് ഏറ്റവും റിസ്ക്കുള്ള കാര്യം. മാറുന്ന ഓക്കെ, മാറി. അപ്പോൾ സത്യം പറയല്ലോ, ഓവർടേക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കലയാണ്. ആ കല കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ കൊലയാവൂല. അതുകൊണ്ട് നോക്കിക്കൊണ്ട് ഓവർടേക്ക് ചെയ്യണം. ഓക്കെ, കഴിക്കാമെന്ന് വിശക്കണ്. ഹോട്ടലെത്തിയിട്ടുണ്ട്, ബിസ്മി ഹോട്ടൽ, മാർത്താണ്ടത്താണ്. ഇത് മാർത്താണ്ടല്ലേ, അഴകിയ മണ്ടപോ. ശരി, അവിടെ ഞാൻ അവിടെ കഴിക്കാം. പാ അറ്റോ അല്ലേ. ഓ ഇല്ല, രസവട പപ്പടം ഉണ്ടോ? പപ്പടം കേരള സാപ്പിടുമോ? കേരളം സാപ്പിടുമോ? രസവട പപ്പടം. രസവട പപ്പടം ഒന്നുമില്ല, സാമ്പാർ ചമ്മന്തി മാത്രമേ ഉള്ളൂ. പിന്നെ ഓംപ്ലേറ്റ് ഉണ്ടല്ലേ, കഴിക്കാന്നാ. ഓക്കെ, അപ്പോൾ കാപ്പി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കാപ്പിയാണ്, സൂപ്പറായിട്ട്. ഞാനൊരു 4 ദോശ കഴിച്ച്, വാണി ഒരു 3 ദോശ കഴിച്ച്, മൊത്തം 7 ദോശ, സാമ്പാർ, ചമ്മന്തി, 2 സിംഗിൾ ഓംപ്ലേറ്റ് പ്ലസ് 2 ചായ, എല്ലാം കൂടെ 124 രൂപ ആയിട്ടുണ്ട്. പിന്നെ 10 രൂപ ടിപ്പ് കൊടുത്ത് എല്ലാം കൂടെ 134 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നേരെ ട്രിവാൻഡ്രം പോകേണ്ടത്, വേറെ വിഷയമൊന്നുമില്ല. ഇനി വേറെ സ്റ്റോപ്പൊന്നുമില്ല. അങ്ങനെ വാളയാർ ചെക്ക് പോസ്റ്റ് എത്തി, പരമശിവന്റെ വാളയാർ ചെക്ക് പോസ്റ്റ്. അടി സക്കെ എന്നടാവേ, ഇത് വാളയാർ ചെക്ക് പോസ്റ്റ് അല്ല, ഇത് കളിയേക്കാൾ ചെക്ക് പോസ്റ്റ് ആണ് അല്ലേ. വെൽക്കം ടു ട്രിവാൻഡ്രം, വെൽക്കം ടു കേരള. ദാ വരുന്നു നമ്മളെ നാടെത്തി, തിരുവനന്തപുരം തള്ളശ്ശേരി തന്നെ കേട്ടാ. അങ്ങനെ നമ്മളെ തിരുവനന്തപുരം ബാലരാമപുരം എത്തിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ കേട്ടാ. ഇനി കുഴപ്പമില്ല, ഹൈവേ ആണ്. ഇനി അങ്ങ് നമുക്ക് പറന്ന് പോവാം. നമ്മൾ എവിടെയൊക്കെ പോയി നല്ല കറങ്ങിയിട്ട് വന്നാലും ട്രിവാൻഡ്രത്ത് വന്ന ആ ഫീല് ഒരിടത്ത് പോയാൽ കിട്ടില്ല അല്ലേ. അതാണ് നമ്മൾ തിരുവനന്തപുരം അല്ലേ. നമ്മളെ നാട്, നമ്മളെ വീട്, നമ്മളെ അന്തരീക്ഷവും നമ്മളെ വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് അല്ലേ. നമ്മളങ്ങനെ കരമന എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്, പൂജപ്പല്ലോട്ട്. ഓ, കരമനയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം അല്ലേ. നമ്മളെ കരമന അല്ലേ, നമ്മളെ നാട്, നമ്മളെ വീട്, നമ്മളെ കരമന, നമ്മളെ പൂജപ്പുര പെട്ടെന്ന് പോകാനാ നുരുട്ടിക്കൊണ്ടിരിക്കാതെ ഉദാശയം പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണം. നമ്മളെ നാടിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നാട് വിട്ട് അതർ സ്റ്റേറ്റിലേക്ക് പോകണം. പോകുമ്പോഴേ അറിയുള്ളൂ നമ്മളെ നാട് എന്തുമാത്രം കൊള്ളാന്നുള്ളത് അല്ലേ. സ്വർഗമേ என்றாலும் അത് നമ്മൂറ് പോലെ വരുമാ. സ്വർഗമേ ആയാൽ പോലും നമ്മളെ നാട് പോലെ ഓരോ മനസ്സിലായ അത്രയേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. കണ്ണൊക്കെ നിൽക്കണം. നമ്മളെ പൂജപ്പുര എത്തിയിട്ടുണ്ട് ഇപ്പം. പൂജപ്പുര നമ്മളെ ഏരിയ അല്ലേ. നല്ല ശരി തന്നെ. സൊമാറ്റോ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓർഡറിങ് ഈ ഭാഗത്താണ്, പൂജപ്പുര അസീസ് അല്ലേ. അങ്ങനെ പൂജപ്പുര കണ്ട 5 ദിവസം ഏട്ടാ. ഓ, നൊസ്റ്റോളജി തന്നെ അല്ലേ. ശബരിപ്പാറ ഹോട്ടല്, പൂജപ്പുര ചന്ത റൈറ്റ് സൈഡിലായിട്ട്. എൻ്റെ ഏരിയ എത്തി. അയ്യോ, ഒക്കെ കാണുമ്പോൾ എന്തോ എത്രയോ വർഷം കഴിഞ്ഞ് ഒന്നും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ. ഓ, ആ ഒരു ഫീല്. അങ്ങനെ എൻ്റെ വീടെത്തിയിട്ടുണ്ട്. വീടെത്തിക്കഴിഞ്ഞു. വൈശു ഇറങ്ങിയോ എന്തോ ആർക്കറിയാം. ഗേറ്റ് തുറ. 5 ദിവസം ആയുള്ളൂ, പക്ഷെ 5 വർഷമായ ഫീലാണ്. എത്തിയല്ലോ, നമ്മളെത്തി. നമ്മളെ തേടി എന്ന് പറഞ്ഞ് ഇപ്പൊ ബബിൾസ് വയ്ക്കണ്, ടോയ്സ് ഉണ്ടാന്നൊക്കെ. കള്ളി പെണ്ണേ അശോട്ടി, ഞങ്ങൾ വീട്ടിൽ വന്നതല്ല, ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്നത്. ഇപ്പം അടുത്ത ട്രിപ്പ് പോണ്.
അടുത്ത മൂന്നാർ പോണം. വെള്ളം കുടിച്ചിട്ട് പോകാം. മൂന്നാർ പോകണ്ടേ? നീ പറഞ്ഞ മൂന്നാർ മാറ. ഇനി ഞാൻ വൈശു ട്രിപ്പ് പോണേ. ടാറ്റാ. നീ ട്രിപ്പ് പറഞ്ഞ വാ. തരാം അത് പോയി തരാം. എല്ലാം വൈശൂട്ടേ ഉണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 11 കാലമായി. മൊത്തം ഓടിയ കിലോമീറ്റർ ട്രിപ്പ് 1 1000, ട്രിപ്പ് 2 260, എല്ലാം കൂടെ മൊത്തം 1260 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ലോക്ക് ചെയ്തേക്കാം. ആദ്യം നമ്മുടെ വണ്ടിക്ക് ഒരു താങ്ക്സ് പറയാം. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്. എന്നെയും വാണി സേഫായിട്ട് കൊണ്ടെത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ലവ് യുടാ. ബ്ലാക്ക് ബൈസൺ സൂപ്പർ. നീ പൊളിയാണ് കേട്ടോ, രക്ഷയില്ല. ഇനി വൈശോട്ടിയായിട്ട് കളിക്കണം. വാ കളിക്കാം. അപ്പയെ തേടിയാ ഒരുപാട്? അമ്മയെ തേടിയാ? ബബിൾസ് തേടിയാ? അപ്പായമ്മയെ തേടിയാ? അപ്പം അപ്പായമ്മ കൊഞ്ച് ബബിൾസ് തരാം. വെയിറ്റ് ചെയ്യ്. ഇതാ പറഞ്ഞ് കള്ളി പെണ്ണ് കൊള്ളാമല്ലോ നീ ആള്. ഇതാ പറഞ്ഞ് ഹായ് പറ. ഒരു കാര്യം ചെയ്യാം, വാ ബാഗ് എടു. മൂന്നാർ പോവാം. ബബിൾസ് തരാം. നിങ്ങൾ പോകാൻ പോകണം. മൂന്നാർ പോകാൻ പോകണം. എന്താ പറയണേ? തരാം വെയിറ്റ് ചെയ്യ്. ഫോണിൽ കൂടെ കരഞ്ഞിട്ട് അപ്പ അമ്മയെ തേടുന്ന അപ്പ ഒന്നും ഒരു അപ്പ അമ്മ ഇപ്പൊ അപ്പ അമ്മ കാണണ്ട. നിനക്ക് ബബിൾസ് മതി. വെയിറ്റ്. നാളെ കളിക്കാം. ഇപ്പൊ രാത്രി ആയില്ലേ, എല്ലാം വീട്ടിനകത്താവും. ഗ്ലൗസ് വാങ്ങിച്ചാ? ഗ്ലൗസ് നാളെ കളിക്കാം. കൊള്ളാം ഗ്ലൗസ്. അതങ്ങനെ ഇരിക്കുള്ളൂ. അത് വൈശു കൈ വലുതാവുമ്പോ ശരിയാവും. അടുത്ത ഗിഫ്റ്റ് വൈശു കുട്ടിക്ക് ഒരാൾ തരാൻ പറഞ്ഞ് തന്നതാണ്. ഒരു ആന്റി. ആന്റിയുടെ പേര് മുത്തുലക്ഷ്മിയാണ് കേട്ടാ. കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. നോക്ക്. കൊള്ളാം. പയ്യെ പിച്ച് പുടിയും കളയില്ല. കൊള്ളാം. റിമോട്ട് കൊള്ളാം. അവിടെ കുട്ടി വാല്. പശുട്ടിക്ക് വലിയ വാല്, അത് കുട്ടി വാല്. നീ നല്ല വാലുള്ള ആള് തന്നെ. അടുത്ത ഗിഫ്റ്റ് പശുട്ടിക്ക് കമ്മല, നെക്ലസാ, നെക്ലസ്, പൊട്ട്. പയ്യെ സ്ലൈഡ് ഉണ്ട്, പിന്നെ കമ്മലുണ്ട്, സ്റ്റഡുണ്ട്, എല്ലാം ഉണ്ട്. ഹാപ്പിയാ? അടുത്ത ഗിഫ്റ്റ് എന്തോന്ന്? അടുത്ത ഗിഫ്റ്റ് ഇതാരെന്ന് അറിയാമോ? ശങ്കരി ആച്ചി തന്ന ഗിഫ്റ്റാണ്. അതായത് എൻ്റെ അത്ത, ശങ്കരി അത്ത. കളർ പെൻസിൽ അതൊന്നും വേണ്ടാവും. സൂപ്പറായി അല്ലേ? നല്ല വൈശൂട്ടിക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റ് കേട്ടാ. ഒമ്മോ മാറ് വൈശൂട്ടി മാറ്. പൊട്ടിക്കല് പറക്കട്ട്. എങ്ങനെ നീ വിടും? മുളകെടുത്തി മറ്റേ എന്റെ തലയിൽ അവിടെ വെച്ചിട്ട് നല്ല രസം. ഇത് എങ്ങനെ എടുക്കാം? പത്രാന്റെ വേറൊന്നും പറയാനില്ല, കാണിക്കാനില്ല, എല്ലാം കാണിച്ച് പറഞ്ഞ് ആയിട്ടുണ്ട്. ഒരുപാട് തളർന്നുണ്ട്. മണിപ്പത്ര കറക്റ്റ് 11 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ടൂറ് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് കുറെ കഷ്ടപ്പെട്ട് ഇല്ലെന്ന് പറയാനുള്ള. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ആ കഷ്ടപ്പാടൊന്നും ഇല്ലാതായി പോകും. അതുകൊണ്ട് ആർക്കെങ്കിലും ബൈക്ക് റൈഡ് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോവുക. അതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് താല്പര്യം വേണം. അതല്ലേ? താല്പര്യം ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. ഇത്രയും 500 കിലോമീറ്റർ 600 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ അതിനോട് ഇഷ്ടം വേണം. ആ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇഷ്ടം വാണിക്കുണ്ടായത് അല്ലേ? ട്രാവൽ ചെയ്യാൻ. ഈ ട്രാവലിംഗ് ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് മനുഷ്യരെ കണ്ട്, ഒരുപാട് കൾച്ചർ, അവരുടെ ജീവിതം കണ്ട് ഇങ്ങനെയൊക്കെയാണുള്ളത്. ഇപ്പോൾ കൂട്ടുകാരൻ അനിയത്തി വീട്ടിൽ പോയായിരുന്നു, മാമൻ്റെ വീട്ടിൽ പോയായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ചില ആൾക്കാരെ ട്രിപ്പ് പോകുന്നത് ഒരു നേരം പോക്ക് പോലെയാണ്. നമ്മളങ്ങനെയല്ല. ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ ഒരു വലിയ അനുഭവം കിട്ടിയവരാണ്. അതായത് പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒരു കാരണം ഇവിടെ ഉണ്ട് അല്ലേ? ഈ ട്രിപ്പിൽ ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കണം ചില കാര്യങ്ങളൊക്കെ.
അതുകൊണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പൈസ കിട്ടുമ്പോഴൊക്കെ ട്രിപ്പ് പോയിട്ട് വരിക, ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ പോകണം കേട്ടല്ലോ. അപ്പോൾ മടിച്ച് നിൽക്കല്, ഈ പ്രായത്തിലെ പറ്റുള്ളൂ, വയസ്സായി കഴിഞ്ഞാൽ പറ്റൂല. അതുകൊണ്ട് ഇപ്പം തന്നെ പോവുക, ആടിച്ച് പൊളിക്കുക, അത്ര തന്നെ അല്ലേ. അപ്പോൾ ഈ വീഡിയോ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് വുമൻസിനാണ്. കാരണം പയ്യന്മാർ ബൈക്ക് റൈഡ് പോകണ വലിയ വിഷയമില്ല, കാരണം അവർ എവിടെ വേണമെങ്കിലും പോകും. പക്ഷേ പെണ്ണുങ്ങൾ ഇതുപോലെ ബൈക്ക് റൈഡ് ഇത്രയും കിലോമീറ്റർ പോകുന്നത് നിസ്സാര കേസല്ല, ഭയങ്കര പാടാണ്. അത് വാണി പോയിട്ട് വന്ന് ജയിച്ചിട്ടുണ്ട്. കൈയോട് സൂപ്പർ, ജയിച്ചില്ല. 200 കിലോമീറ്ററാണ്, 500 പോകാൻ 500 വരാൻ 500, 1000 സംതിങ്. മൊത്തം ഓടി കിലോമീറ്റർ 1260 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മോൻ കണ്ട വാടി അറ്റമായി. അതുകൊണ്ട് ബൈക്ക് റൈഡ് പോകുമ്പോൾ ലുക്ക് നോക്കാൻ പാടില്ല, നമ്മൾ കറുത്ത് കരിക്കെട്ടായി പോയിട്ട് വരുമ്പോൾ തന്നെ. അതുകൊണ്ട് നല്ലപോലെ എൻജോയ് ചെയ്യുക സൂപ്പറായിട്ട്, അത്രേ പറയാനുള്ളൂ. അതായത് ഏത് കാര്യം ആർക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അതാണ് മാണി കാണിച്ച എക്സാമ്പിളാണിത്. അപ്പോൾ മാണി മാത്രമല്ല, ഇവിടെ കഷ്ടപ്പെട്ടത് കുറേ ആൾക്കാരുണ്ട് കൂടെ ചേർന്ന്. അമ്മ ഉണ്ട്, മാണിയുടെ അമ്മയുണ്ട് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇവിടെ വിട്ടിട്ട് പോയ സമയത്ത് ഇവിടെ നോക്കാനായിട്ട് ഈ 2 അമ്മമാർ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്ക് താങ്ക്സ് കേട്ടാ. ഏയ്യോട് താങ്ക് യു തേ. ഓക്കെ, ലാസ്റ്റ് സ്പെഷ്യലായിട്ട് വൈശൂട്ടി താങ്ക്സ് പറയാം. താങ്ക്സ് വേറൊന്നുമില്ല, അപ്പ അമ്മയും ടൂർ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര ദിവസം കരയാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല പിള്ളേട്ട് ഇരുന്നില്ലേ, അതിന് വേണ്ടിയിട്ട്. സത്യം പറയല്ലേ, വൈശൂട്ടി ആൾ പാവമാണ്. അതായത് വേറെ ഏത് പിള്ളേരായാലും ശരി ഒരുപാട് കരഞ്ഞ് പാവം ഉണ്ടാക്കും അല്ലേ, അത്രയും പാവം ഉണ്ടാക്കിയില്ല. അത് തേടി നമ്മളാണ്, അവർക്കറിയാം ബ്ലോഗറാണ്, ടൂർ ട്രിപ്പ് പോകുന്നുണ്ട്, എന്ത് സംഭവം തറഞ്ഞൂടാ. ട്രിപ്പ് പോകും ബൈക്കിൽ, യൂട്യൂബിൽ വീഡിയോ വരും, എന്നറിയാം നമുക്ക്. എവിടെ വെരി ഗുഡ് ഗേൾ കേട്ടാ. അപ്പോൾ സൂതാ, അപ്പോൾ എന്റെയാ എല്ലാവരും വാ, എന്ത് ചെയ്യാൻ പോണം ഫ്രൈമില്ല. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു പാട്ടിടണം. എന്ത് പാട്ടത്? സിംഗപ്പെണ്ണേ ഓക്കെ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഞാൻ മാത്രം ആരും പറയണം. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം. കമോൺ ഗൈസ്, കറക്റ്റാക്കി നിൽക്കണം. കഷ്ടം